Welcome to the I Plus Training Solutions. PYQ discussion NET 2025 June Part 4. Part 3-ൽ നമ്മൾ 95 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോ സെക്ഷനിൽ നോക്കാം. question. Walter Benjamin is associated with World Wide Web, Catharsis, Frankfurt School, Media and Modernity. ഇതിലെ ഏതൊരു ഇതുമായിട്ടാണ് വാൾട്ടർ ബെഞ്ചമിൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? അതിലെങ്ങനെയായാലും ആദ്യത്തെ രണ്ടെണ്ണം അല്ല നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ MCQ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാക്കി രണ്ടെണ്ണത്തിൽ നിന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടെത്തിയാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ എക്സ്പ്ലനേഷൻ നോക്കാം. വേൾഡ് വൈഡ് വെബ്, ഫസ്റ്റ് ഓപ്ഷൻ. World Wide Web is primarily associated with Sir Tim Berners-Lee. Tim Berners-Lee ആണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. A British computer scientist. He invented the World Wide Web in 1989 while working at CERN, the European Particle Physics Laboratory. He also wrote the first web browser and server. അപ്പോൾ വേൾഡ് വൈഡ് വെബ് അല്ല എന്നുള്ളത് ആ ഒരു സംഭവമായിട്ടല്ല അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയാണ്. ദെൻ നെക്സ്റ്റ് കഥാർസിസ്. കഥാർസിസ് ഈസ് മോസ്റ്റ് പ്രോമിനൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഫിലോസഫർ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേ ഓഫ് സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ PYQയിലും ക്വിസിലും ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. He used the term in his work Poetics and described the effect of tragedy on the audience, suggesting that experiencing emotions like pity and fear through drama could lead to a cleansing or purification of those emotions. കമ്മ്യൂണിക്കേറ്റർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിൽ എന്തൊരു ഫീലിങ്സ് ആണോ എന്തൊരു ഇമോഷൻസ് ആണോ അയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ആ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കതെല്ലാം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. എന്തൊരു ഇമോഷനാണോ ആ കമ്മ്യൂണിക്കേറ്റർക്ക് ഫീൽ ചെയ്ത് അത് അതേപടി തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് കഴിയണം. അതാണ് ആ കഥാസിസ് തിയറിയിലൊക്കെ പറയുന്നത്. ദെൻ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. The Frankfurt School is primarily associated with a group of German social theorists and philosophers who were part of the Institute for Social Research at the University of Frankfurt. The key figures like Max Horkheimer, Theodor Adorno, Herbert Marcuse, Erich Fromm and Walter Benjamin. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ടാണ് വാൾട്ടർ ബെഞ്ചമിൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി ഡെവലപ്ഡ് ക്രിട്ടിക്കൽ തിയറി, എ ഫോം ഓഫ് നിയോ മാർക്സിസം ദാറ്റ് ക്രിട്ടിക്കലി എക്സാമിൻസ് സൊസൈറ്റി, കൾച്ചർ ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ. ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൽ ഒരുപാട് തിയററ്റീഷ്യൻസ് ഒക്കെ പഠിച്ചു വന്നതാണ്. അവിടെ നിന്ന് അവർ പല തിയറികളും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിലൊന്നാണ് ക്രിട്ടിക്കൽ തിയറി ആൻഡ് ഫോം ഓഫ് നിയോ മാർക്സിസം. അതെല്ലാം ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നു സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഇതൊക്കെ. അപ്പോൾ വാൾട്ടർ ബെഞ്ചമിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. ദെൻ ഫോർത്ത് വൺ, മീഡിയ ആൻഡ് മോഡേണിറ്റി. The concept of media and modernity is most strongly associated with John B. Thompson, particularly through his 1995 book, The Media and Modernity, A Social Theory of the Media. ഈ ഒരു പേരൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം പഠിക്കുമ്പോൾ. കാരണം ഇത് ചിലപ്പോൾ ഈ ബുക്കിൻ്റെ പേരായിട്ട് മാത്രം ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കും.
മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ കാണുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ പേപ്പർ ടൈറ്റിലിന്റെ പേര് അല്ലെങ്കിൽ ബുക്കിന്റെ പേരൊക്കെ. ദ മീഡിയ ആൻഡ് മോഡേണിറ്റി എ സോഷ്യൽ തിയറി ഓഫ് ദ മീഡിയ, അത് ജോൺ ബി തോംസന്റെ ആണ്. ഇത് രണ്ടും കൂടി വാൾട്ടർ ബെഞ്ചമിനും ജോൺ ബി തോംസണും ഒന്നും അത് മാറിപ്പോവരുത്. ജോൺ ബി തോംസന്റെ ആണ് മീഡിയ ആൻഡ് മോഡേണിറ്റി. അക്കോർഡിംഗ് ടു Media and Modernity, a social theory of the media according to academic resources. Thompson's work explores the significant role of mass media in shaping the public sphere and transforming modern societies. So, Walter Benjamin is associated with the third option is the correct one, Frankfurt School. Next one, who gave the tagline एक कदम स्वच्छता की ओर for സ്വച്ഛ് ഭാരത് അഭിയാൻ? ഇത് ആരാണ് ഈ ഒരു ടാഗ് ലൈൻ കൊണ്ടുവന്നത്? സ്വച്ഛ് ഭാരത് അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ആയിട്ടാണ് ഏക് കദം സ്വച്ഛതാ കി ഓർ വരുന്നത്. അത് അരുണ ഗോസ്വാമിയാണോ, ഭാഗ്യശ്രീ ഷേത്ത്, പല്ലവി സേത്ത്, ദേവയാനി ചാറ്റർജി? ഇത് ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ല. സോ ഇതിന്റെ ആൻസറിലേക്ക് നോക്കാം. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഭാഗ്യശ്രീ ഷേത്താണ്. പിന്നെ ഇതിന്റെ നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് ഈ ഒരു പേര് വെച്ചിട്ട് നമുക്ക് അതിനെ കിട്ടുന്നില്ല. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതില് ക്വസ്റ്റ്യൻ നമ്പർ 97 മാച്ച് ദ ഫോളോയിങ്, മാച്ച് ദ ടു സെക്ഷൻ ആണ്. ഫസ്റ്റ് സെക്ഷനിൽ മെഷർമെന്റ് സ്കെയിൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസിനെ പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് അതിന്റെ ഡെഫിനിഷൻ. ഫസ്റ്റ് വൺ, മെഷർമെന്റ് സ്കെയിൽസ് ആർ ലൈക്കർട്ട് സ്കെയിൽ, സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ, Thurston scale, Guttman scale. And the definitions, measures the meanings people create in response to a particular stimulus. Equal appearing intervals between adjacent points of a measurement scale. Identifies the extent of a person's attitude towards a person or phenomenon. Items are arranged along a continuum. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എങ്ങനെയാണ് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇതില് ലൈക്കർട്ട് സ്കെയില് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്? Likert scale identifies the extent of a person's attitude towards a person or phenomenon. എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിൽ ഐഡന്റിഫൈസ് ദ എക്സ്റ്റെന്റ് ഓഫ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോടോ അല്ലെങ്കിൽ ഒരു ഫിനമിനോടോ ഉള്ള അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ തേർഡ് വൺ ആണ് എ ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത് മെഷേഴ്സ് ദ മീനിങ്സ് പീപ്പിൾ ക്രിയേറ്റ് ഇൻ റെസ്പോൺസ് ടു എ പർട്ടിക്കുലർ സ്റ്റിമുലസ്. ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസസ് ആണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ Thurston scale equal appearing intervals between adjacent points of a measurement scale. ഒരു മെഷർമെന്റ് സ്കെയിലിലെ അഡ്ജസന്റ് പോയിന്റ്സ് അതിന്റെ ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവെൽസിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവെൽസ് എല്ലാ സ്കെയിലിലും അതുപോലെ തന്നെ ആയിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും ഓരോ ഇന്റർവെൽസിനും അതിന്റെ ഒരു മെഷർമെന്റ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഗട്ട്മാൻ സ്കെയിൽ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് അലോങ് എ കണ്ടിന്യൂം. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണോ ഒരു ഇതിന്റെ continuum means a continuous series of things in which each one is only slightly different from the thing next to it. ആ ഒരു സ്റ്റഡിയിൽ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ഓരോന്ന് കണ്ടിന്യൂ ചെയ്തു വരുന്ന ഓരോ ഐറ്റവും തമ്മിൽ സ്ലൈറ്റ്ലി മാത്രമേ ഡിഫറൻസസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഓൺലി ദ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ തിങ്സ് നെക്സ്റ്റ് ടു ഇറ്റ്.
ബട്ട് ദ ലാസ്റ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ദ ഫസ്റ്റ്. അങ്ങനെ എല്ലാം പരസ്പരം കണ്ടിന്യൂ ചെയ്തു വരുന്ന ഓരോ ഐറ്റംസ് തമ്മിൽ സ്ലൈറ്റ്ലി ഡിഫറൻസേ ഉള്ളൂ എങ്കിലും ലാസ്റ്റ് വരുന്ന ഐറ്റത്തിനെ എടുക്കുമ്പോൾ അതും ഫസ്റ്റ് വരുന്ന ഐറ്റവും തമ്മിൽ കുറച്ച് അധികം തന്നെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയെല്ലാം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗട്ട്മാൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ഇതില് 4th വൺ ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ ആയിട്ടായിരിക്കും വരും. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് match the list 1 works and books, next authors. The structural transformation of the public sphere. പബ്ലിക് സ്പിയർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു മാച്ച് ദ ഫോളോയിങ് ഒപ്പിക്കാനായിട്ട് പറ്റണം. ഒരെണ്ണത്തിനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ആ ഓപ്ഷൻ നോക്കി എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ ടെക്നോളജീസ് ഓഫ് ഫ്രീഡം, മീഡിയ ലോജിക്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് തിയറി ഓഫ് ദ പ്രസ്. ഇതിന്റെ എല്ലാം ഓതേഴ്സിന്റെ പേര് തന്നിരിക്കുന്നത് ഇതേൽദെ സോളാപൂൾ, ആൽതെയ്ഡ് ആൻഡ് സ്നോ, ആർ പിക്കാർഡ്, ജർമൻ ഹേബർമാസ്. ഹേബർമാസിന്റെ പേരാണ് നമുക്ക് കൂടുതലായിട്ട് പരിചയമുള്ളത്. ബാക്കിയുള്ളവരുടെ പേരുകളൊന്നും അത്ര PYQസിലൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വണ്ണിന്റെ ഹേബർമാസ് ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. സോ ഇവിടെ ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പബ്ലിക് സ്ഫിയർ ഈസ് ജർഗൻ ഹേബർമാസ്. ടെക്നോളജീസ് ഫ്രീഡം, ഇതേൽ ഡെ സോളാപൂൾ, മീഡിയ ലോജിക്, ആർ പിക്കാർഡ്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് തിയറി ഓഫ് ദ പ്രസ്, ആൽതെയ്ഡ് ആൻഡ് സ്നോ. പിന്നെ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് വൺ ആണ്. കാരണം ആ ഒരു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റിയാൽ തന്നെ ചിലപ്പോൾ ആ ആൻസറിൽ ആ ഒരൊറ്റ ഓപ്ഷന് അങ്ങനെ ഒന്നിന് മാത്രമേ ആ ഒരു മാച്ചിങ് ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റും. ഇവിടെ എയുടെ ഹേബർമാസ് ആണെന്നുള്ളതിൻ്റെത് ആകെ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാത്തിലും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വരാം. നെക്സ്റ്റ്, which of the following is the lowest level of measurement? Lowest level of measurement ഇതിൽ ഏതാണ്? നോമിനൽ മെഷർമെന്റ് സ്കെയിൽ, ഓർഡിനൽ മെഷർമെന്റ് സ്കെയിൽ, ഇന്റർവൽ മെഷർമെന്റ് സ്കെയിൽ, റേഷ്യോ മെഷർമെന്റ് സ്കെയിൽ. നോമിനൽ മെഷർമെന്റ് സ്കെയിൽ ആണ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ്. നെക്സ്റ്റ് വൺ, which article of the Indian Constitution allows or permit freedom of speech in Parliament where no member shall be liable for any legal proceedings? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചില കാര്യങ്ങൾ അലൗ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച് പാർലമെന്റില് ഫ്രീഡം ഓഫ് സ്പീച്ച് അലൗ ചെയ്യുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാൽ പോലും where no member shall be liable for any legal proceedings, അവര് ലീഗൽ ആയിട്ടുള്ള ഒരു നടപടികൾക്കും അവര് വിധേയരാകില്ല. നമ്മളിപ്പോ ഒരു പബ്ലിക് പ്ലേസിൽ പറയുന്നത് പോലെയല്ല പാർലമെന്റിൽ വിളിച്ച് പറയുന്നതിന്. പാർലമെന്റിൽ അവര് എല്ലാവരും പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റീസിനെ എല്ലാം വിമർശിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവര് നോ മെമ്പർ ഷാൽ ബി ലൈബിൾ ഫോർ എനി ലീഗൽ പ്രൊസീഡിങ്സ് അതിനെ സെക്യൂർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏത് ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്? ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 101, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 105. Explanation നോക്കുമ്പോൾ ആർട്ടിക്കിൾ 20 of the Indian Constitution provides fundamental right to individuals who have been accused of crimes, ensuring protection against arbitrary and unjust actions by the state. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 20 പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും
ക്രൈം ചെയ്തതായിട്ട് അക്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അയാള് ആരോപിതനാണ് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തതായിട്ട് അയാൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോലും അവർക്ക് ചില ഫണ്ടമെന്റൽ റൈറ്റ് നൽകുന്നുണ്ട്. ഇത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അയാളെ കുറ്റപ്പെടുത്താതായിട്ട് ഇരിക്കാനായിട്ട്, ഇപ്പൊ പൊളിറ്റിക്കലി ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യലി പൊളിറ്റിക്കലി ഒക്കെ ഒരാളെ കുറ്റക്കാരനാണെന്ന് ആരോപിക്കാനും അയാളുടെ മേലെ എല്ലാ കുറ്റകൃത്യങ്ങളും ആരോപിക്കാനായിട്ട് സമൂഹം ഒരുപക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പോ അങ്ങനെ അയാളെ കോടതി അതുവരെ വിധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അയാള് അക്യൂസ്ഡ് ആണെന്നൊന്നും. എങ്കിലും ആരോപിതനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവരെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനെ ensuring the protection against arbitrary and unjust actions by the state. It is specifically deals with the protection in respect of conviction for offences, safeguarding individuals from being convicted under laws that were not in force at the time of the alleged offence, and from being subjected to penalties greater than those prescribed at that time, offense time. ഇതിൽ പറയുന്നത് ചിലപ്പോ ആ ഒരു വ്യക്തി ആ ഒരു കുറ്റകൃത്യം ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കാം. ചിലപ്പോ ആ സമയത്ത് ഉള്ള നിയമമായിരിക്കില്ല ചിലപ്പോ ഇന്ന് നിലനിൽക്കുന്നത്. കാരണം അതിന് ചിലപ്പോ പലതരത്തിലുള്ള ഇത് അമെൻമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോ നമ്മള് ഇപ്പോ എന്താണോ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോ നടപ്പിലാക്കിയിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ പണ്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന നിയമം എന്താണോ അതിന്റെ ബേസിൽ ഒന്നും ഇപ്പൊ നമുക്ക് കേസെടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ഇവർക്ക് അത്ര വലിയ ശിക്ഷകൾ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇപ്പോ ചിലപ്പോ അത് നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ഈ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ് ചെയ്തതെങ്കിൽ പോലും അവർ അക്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ആ ഒരു ടൈമിന്റെ പശ്ചാത്തലം എടുത്തുകൊണ്ട് ആ ടൈമിൽ എന്താണോ നിയമം നിന്നത് അല്ലെങ്കിൽ ഇപ്പോഴെന്താണോ നിലനിൽക്കുന്നത് എന്നതിനെയൊക്കെ അനുസരിച്ചായിരിക്കും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. Additionally, it prohibits double jeopardy, being tried and punished twice for the same offense, and protect against self-incrimination. അതുപോലെ തന്നെ അവര് 2 പ്രാവശ്യം ചിലപ്പോ അവരുടെ കുറ്റകൃത്യം നടന്ന സമയത്ത് എന്താണോ അന്ന് നിലനിന്നിരുന്ന നിയമം അതും അനുഭവിച്ചിട്ടുണ്ടാകും. അയാളുടെ അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ അതും കൂടി അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം അനുഭവിച്ചാൽ മതിയാകും. ബീയിങ് ട്രൈഡ് ആൻഡ് പണിഷ്ഡ് ട്വൈസ് ഫോർ ദ സെയിം ഒഫൻസ്, അതിനെയാണ് ഡബിൾ ജിയോപാർഡിനെ ഇതിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് protects against self-incrimination. Next, Article 101 of the Indian Constitution deals with the vacation of seats in Parliament. അതുമായിട്ട് നമ്മളെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷൻ ഒന്നുമല്ല. It outlines the circumstances under which a member's seat becomes vacant, ensuring that individuals don't hold simultaneous membership in both the House of the Parliament or in Parliament and a state legislature. It also ആർട്ടിക്കിൾ 101 പറയുന്നത് പാർലമെന്റിലെ സീറ്റുകൾ ഒഴിവായി കിടക്കുന്നതിനെ കുറിച്ച്, വെക്കേഷൻ ഓഫ് ദ സീറ്റ്സ് ഇൻ പാർലമെന്റിനെ കുറിച്ചിട്ടാണ്. ഇതില് പറയുന്നത് അനുസരിച്ച് ഇപ്പൊ ഒരു അംഗത്തിന്റെ, ഒരു മെമ്പറിന്റെ സീറ്റ് ഒഴിവാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു വ്യക്തിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളിലും
അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭയിലും ഒരേ സമയം അംഗത്വം വഹിക്കാൻ കഴിയില്ലെന്നാണ് ഇത് ഉറപ്പാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യസഭയും ലോകസഭയും ഉണ്ട്, പിന്നെ നിയമസഭ ഓരോ സംസ്ഥാനത്ത് അത് വേറെയുണ്ട്. അപ്പൊ അസംബ്ലി വേറെയുണ്ട്, പാർലമെന്റിൽ 2 സഭകൾ വേറെയുണ്ട്. അപ്പോൾ ഒരു മെമ്പറിന് ഒരേ സമയം ഈ 2 സഭകളിലും മെമ്പർഷിപ്പ് ഉണ്ടാകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അയാള് ഒരേ സമയം ഒരാൾക്ക് MLA യും MP യുമായിട്ട് ഇരിക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് കൂടുന്ന സമയത്ത് ആ ആൾ അവിടെ ഹാജരായിരിക്കണം. അല്ലെങ്കിൽ അത് വേറൊരു ഇതിന്റെ സഭയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അസംബ്ലിയിൽ ആ സമയത്ത് പങ്കെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഒരേ സമയം ഒരാളിലും ഒരു സഭയിൽ മാത്രമേ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. പിന്നെ ഇറ്റ് ഓൾസോ അഡ്രസ്സസ്, ഇത് പിന്നെ എന്തിനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ അഡ്രസ്സസ് ദ സിറ്റുവേഷൻസ് വേർ എ മെമ്പർ ഈസ് ആബ്സെന്റ് ഫ്രം സിറ്റിംഗ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് വിത്തൗട്ട് പെർമിഷൻ. അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാതെ എത്ര നാൾ ഇതുപോലെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റിൽ അല്ലെങ്കിൽ അവർക്ക് അവിടെ ആബ്സെന്റ് ആയിട്ട് എത്ര കാലം അല്ലെങ്കിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സഭ കൂടുന്ന സമയത്ത് അവർക്ക് പങ്കെടുക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആർട്ടിക്കിൾ 90. അത് നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 19 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഫണ്ടമെന്റൽ ഫ്രീഡം ടു ഓൾ സിറ്റിസൺസ്. Specifically, it outlines the right to freedom, which includes freedom of speech and expression, the right to assemble peacefully, the right to form associations or unions. നമുക്ക് അസംബിൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ എവിടെയും അസംബിൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള റൈറ്റ് ഇല്ല. ഇവിടെ എന്താണ് പറയുന്നത്? ദ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി. അതുകൊണ്ടാണ് മാരകായുധങ്ങളുമായിട്ടും അല്ലെങ്കിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മുദ്രാവാക്യങ്ങളായിട്ടൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ആളുകളെ അവിടെ നിന്ന് പോലീസ് നിയമപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. Then the right to move freely throughout India, the right to reside and settle in any part of India, and the right to practice any profession or occupation. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ 19 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 105 of the Indian Constitution outlines the powers, privileges and immunities of the Houses of Parliament and their members. It essentially ensures freedom of speech within the Parliament and protect the members from legal action for anything said or any vote given during parliamentary proceedings. എന്തെങ്കിലും ഒരു കാര്യം വോട്ടിനിടുമ്പോൾ പാർലമെന്റിൽ വോട്ടിനിടുമ്പോൾ അതിനെ സഭാ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ഒരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ വാങ്ങിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അതിന് തീരുമാനം എടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു വോട്ടിനിടുന്ന ഒരു സമയത്ത് അവർക്ക് ഏതൊരു നിലപാടിനെയും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടീസ് എടുക്കുന്ന നിലപാടിനെയായപ്പോൾ അവർക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാം. അതിനെയൊന്നും നിയമപരമായിട്ട് ആ മെമ്പേഴ്സിന് ഒന്നിനെയും പേടിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവർക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, ക്രിറ്റിസൈസ് ചെയ്യാം. അതിനെയെല്ലാം ആർട്ടിക്കിൾ 105 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യൂർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ ഒരു ആർട്ടിക്കിളിലൂടെ. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 105 is the answer. Next one, in W. Rostow's 5-stage model of transition as provided in the stages of economic growth, a non-communist manifesto, a nation transforms from a traditional to the modern state in which of the following? W. റോസ്റ്റോയുടെ 5 സ്റ്റേജ് ഓഫ് മോഡൽ ഓഫ് ട്രാൻസിഷനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഓരോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സെക്ടറിലെ ഓരോ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പടിപടിയായിട്ട് ഉയർന്ന് അതിൻ്റെ ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് എത്തുന്നതെന്നൊക്കെ. ആസ് പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, എ non-communist manifesto, a nation transforms from a traditional to the modern stage in which of the following?
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത് അനുസരിച്ചല്ലാതെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ ആ ഒരു എക്സാമ്പിൾ എടുക്കാതെ, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു രാജ്യത്ത് നേഷൻ ട്രാൻസ്ഫോംസ് ഫ്രം എ ട്രഡീഷണൽ ടു ദ മോഡേൺ സ്റ്റേജ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിൽ ഏതെല്ലാമാണ് അതിൻ്റെ ഒരു ഇതിൽ വരുന്നത്, ആ ഒരു 5 സ്റ്റേജ് മോഡൽ ഓഫ് ട്രാൻസിഷനിൽ വരുന്നത്. Take off stage, drive to maturity, age of high consumption, preconditions in media programming. ഇതിൽ നമുക്ക് ഇത് എന്താണെന്നൊന്നുകൂടി വിശദമായിട്ട് നോക്കാം. W റോസ്റ്റോയുടെ 5 സ്റ്റേജ് മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതിൽ എന്താണ് പറയുന്നത്? ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ട്രഡീഷണൽ സൊസൈറ്റി ടു എ മോഡേൺ വൺ ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ദ ടേക്ക് ഓഫ് സ്റ്റേജ്, but rather than in the precondition for takeoff stage. The takeoff stage, as per Rostow, is a period of rapid growth and industrialization following the preparatory phase. പെട്ടെന്ന് ഒരു സ്ഥാപനത്തിന് ടേക്ക് ഓഫ് സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അതിന് മുമ്പായിട്ട് എന്തുണ്ട്? പ്രീ കണ്ടീഷൻസ് ഓഫ് ടേക്ക് ഓഫ് സ്റ്റേജ് ഉണ്ട്. ഹിയർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് റോസ്റ്റോസ് 5 സ്റ്റേജസ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് അതൊരു ട്രഡീഷണൽ സൊസൈറ്റി ആയിരിക്കും, ക്യാരക്ടറൈസ്ഡ് ബൈ എ സബ്സിസ്റ്റൻസ് ഇക്കോണമി, ലിമിറ്റഡ് ടെക്നോളജി ആൻഡ് എ ഹൈറാർക്കിയൽ സോഷ്യൽ കൾച്ചർ. എല്ലാ തരത്തിലും ഒരു ഈക്വാലിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഇക്കോണമി എപ്പോഴും ഒരിക്കലും അത് സ്റ്റേബിൾ ആയിരിക്കില്ല, അങ്ങനെയുള്ളതായിരിക്കും ട്രഡീഷണൽ സൊസൈറ്റി. അവിടെ സബ്സിസ്റ്റൻസ് ഇക്കോണമി ആയിരിക്കും, ടെക്നോളജി ലിമിറ്റഡ് ആൻഡ് ദ ഹൈറാർക്കിയൽ സോഷ്യൽ സ്ട്രക്ചർ. അവിടെ റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് ട്രഡീഷണൽ സൊസൈറ്റി. ഇനി അവിടെ നിന്ന് നമ്മൾ വരുന്നത് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് necessary for industrialization. ഇൻഡസ്ട്രിയലൈസേഷന് സപ്പോർട്ട് ആകുന്ന വിധത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിൽ. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ട്രാൻസിഷൻ വേർ ദ സീഡ്സ് ഓഫ് മോഡേണൈസേഷൻ ആർ സോൺ. ഇവിടെ നമുക്ക് ഈ പീരീഡ് ഓഫ് ട്രാൻസിഷൻ, നമ്മൾ ഒരു വിത്ത് പാകി അത് മുളച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജസിനെയും കൺസിഡർ ചെയ്യണം. Take off, rapid economic growth driven by industrialization and investment in leading sectors occur during this stage. അപ്പോൾ ഈ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിന് മുമ്പേ തന്നെ അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് നമുക്ക് ടേക്ക് ഓഫ് സ്റ്റേജിൽ കാണാനായിട്ട് പറ്റും. അത് ഡ്രൈവൺ ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീഡിംഗ് സെക്ടേഴ്സ് occurring during this stage. Next, drive to maturity. The economy diversifies, technology is wide and adopted, and the nation experiences sustained growth across various sectors. ആ ഒരു ടേക്ക് ഓഫ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെക്ടേഴ്സിലെല്ലാം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ആ നേഷൻ ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇക്കോണമി ഡൈവേഴ്സിഫൈസ്, ടെക്നോളജി വൈഡ്ലി അഡോപ്റ്റഡ് ആയിരിക്കും. ഏജ് ഓഫ് ഹൈ മാസ് കൺസപ്ഷൻ characterized by high levels of consumerism, a focus on services and a high standard of living. അങ്ങനെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, അവിടെ ഹൈ ലെവൽസ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവരുടെ സർവീസസും ഹൈ ലെവൽസ് ഓഫ് സർവീസസ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആയിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും നമുക്കൊരു മോഡേണിസം അവിടെയെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? A nation transforms from a traditional to a modern stage in which of the following? എപ്പോഴാണ് ട്രഡീഷണലിൽ നിന്നൊരു മോഡേൺ സ്റ്റേജിലേക്ക് ഇവർ വരുന്നത്? ടേക്ക് ഓഫ് സ്റ്റേജിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ആന്ത്രോപോളജിസ്റ്റ് എഡ്വേർഡ് ഹാൾ, the 3 characteristics of culture are
കൾച്ചറിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയായിട്ടാണ് എഡ്വേർഡ് ഹാൾ പറഞ്ഞിട്ടുള്ളത്? Culture is shared by members of the group and helps define them. Culture is learned, not innate. Learning of culture is interrelated with lawful activities. Culture is inseparable from communication. ഇതിൽ ഒരെണ്ണം എന്തായാലും നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ, കാരണം ആൻസറിലെല്ലാം 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് culture is shared by members of a group and helps define them. അത് ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിട്ടെല്ലാം അത് ആ കൾച്ചർ അവിടെ എന്താണോ ഒരു കൾച്ചറിന് ഉദ്ദേശിക്കുന്നത് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന് ഷെയർ ചെയ്തിട്ടുണ്ടാകും. ദെൻ കൾച്ചർ ഈസ് ലേൺഡ് നോട്ട് ഇന്നേറ്റ്. കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുകയാണ്, നമ്മൾ ജന്മനാ അതൊന്നും കിട്ടുകയല്ല. എങ്ങനെ ഓരോ രാജ്യത്തും ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ ഓർഗനൈസേഷനിലും എങ്ങനെ ബിഹേവ് ചെയ്യണം, അതെല്ലാം കൾച്ചറിന്റെ ഭാഗമാണ്. അതൊക്കെ ലേൺഡ് ആണ്, നമ്മൾ പഠിച്ചെടുക്കുകയാണ്. കൾച്ചർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം കമ്മ്യൂണിക്കേഷൻ. ഓരോരുത്തരുടെയും കമ്മ്യൂണിക്കേഷനിൽ അവരുടെ കൾച്ചർ നമുക്ക് സ്പഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൾച്ചർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം കമ്മ്യൂണിക്കേഷൻ. So A, B, D are the correct answer. Next, arrange the following in chronological order of occurrences beginning from the first. ഇതിനെ beginning from the first എന്നുള്ള രീതിയിൽ ഇതിനെ chronological orderൽ സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ, റേഡിയോ ബ്രോഡ്കാസ്റ്റ് named as All India Radio. Lionel Filden appointed controller of broadcasting in India. Prasar Bharati bill introduced in Indian Parliament. Radio separated from Doordarshan. AK Chanda committee submit its report. ഇതിനെങ്ങനെയാണ് chronologically arrange ചെയ്യാനായിട്ട് പറ്റുക? ഇതിൽ ആദ്യം വരുന്നത് ലിയോണൽ ഫിൽഡൻ അപ്പോയിന്റഡ് കൺട്രോളർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ ഇന്ത്യ ആണ്. അങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയിരിക്കും. അപ്പൊ റേഡിയോ ബ്രോഡ്കാസ്റ്റ് നെയ്മഡ് ആസ് ഓൾ ഇന്ത്യ റേഡിയോ. പിന്നെയാണ് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഫോം ചെയ്തത്. AK ചന്ദ കമ്മിറ്റി സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട്. ദെൻ റേഡിയോ സെപ്പറേറ്റഡ് ഫ്രം ദൂരദർശൻ. പ്രസാർ ഭാരതി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ പാർലമെന്റ്. സോ കറക്റ്റ് ആൻസർ ഈസ് second one, BAEDC. 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 104 തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.